ഹായ്, സാഗര കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ചീനി അമരിക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ചീനി അമരിക്ക. ഞാനിത് രണ്ടായി മുറിച്ച് പൊളർന്നെടുത്തതാണ്. അതിന് 1 കപ്പ് ചീനി അമരിക്ക എടുത്തിട്ടുണ്ട്, 1 കപ്പ് ക്യാരറ്റ്, കുറച്ച് 5-6 ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് തോരനായിട്ട് എടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടതിന് ശേഷം അതിലേക്ക് മുറിച്ച 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ക്യാരറ്റ്, ചീനി അമരിക്ക എല്ലാം കൂടി ഇട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കണം. വെന്തതിന് ശേഷം ഇതിൽ 1 മുറി തേങ്ങ ചെറുകിയതും, 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കണം. ഇതിലേക്ക് ഒന്ന് കറക്കി വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണ് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഇതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് ജീരകം, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, തേങ്ങ 1 മുറി തേങ്ങ എടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. 1 അല്ലി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് മിക്സിയിൽ ഒരു കറക്ക് ഇറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനി അമരിക്ക വെന്തോന്ന് നോക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂണും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് എൻ്റെ കണക്കായിട്ട് ഉപ്പ് ഇടണം. ഞാനിപ്പോൾ ഇതിന് കണക്കാക്കിയിട്ട് ഉപ്പിട്ട്, നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതി. പിന്നെ ഇത്തിരി കൂടുതലുണ്ടാക്കി, കൂടുതൽ ആളുള്ളത് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ തേങ്ങ എല്ലായിടത്തും ആയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ തോരൻ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവർക്കും സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചീനി അമരിക്കയ്ക്ക് കയ്പ്പൊന്നും കാണില്ല. അത് മുറിച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പൊന്നും കാണില്ല. നമുക്ക് കീറിയെടുക്കാനും ഇതൊരു സൗകര്യമായിരിക്കും. അപ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനും നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.